ജെ ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയ കേസിലെ പ്രതി KM ഷാജഹാനെ പോലീസ് ചോദ്യം ചെയ്തു. ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലായിരുന്നു 5 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യൽ. ഇതിനിടെ അപവാദ വീഡിയോ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് ഷാജഹാൻ പോലീസിന് കൈമാറി. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഷാജഹാനെതിരെ CPIM DYFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. KJ ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപ പ്രചാരണം നടത്തിയ കേസിലെ പ്രധാന പ്രതി KM ഷാജഹാൻ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. അന്വേഷണ സംഘത്തിന്റെ തലവനായ മുനമ്പം DYSP ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഷാജഹാനെ വിശദമായി ചോദ്യം ചെയ്തു. അപവാദ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ച ഫോൺ നേരത്തെ പോലീസ് ഷാജഹാന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. എന്നാൽ അതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്ത വീഡിയോ സൂക്ഷിച്ച ഈ മെമ്മറി കാർഡ് ഷാജഹാൻ പോലീസിന് കൈമാറി. 5 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഷാജഹാനെതിരെ CPIM DYFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. നമുക്കറിയാം, പറവൂര് ഷൈൻ ടീച്ചറിനെ കുറിച്ചെല്ലാം മോശമായ രീതിയിലാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മാലിന്യങ്ങൾ കേരളത്തിന് വേണ്ട. ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഷാജഹാന്റെ മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം കേസിൽ 1-ാം പ്രതിയും പറവൂരിലെ കോൺഗ്രസ് നേതാവുമായ CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഒളിവിലാണ്. KJ ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപ പ്രചാരണത്തിന് തുടക്കമിട്ട KM ഷാജഹാനും ഗോപാലകൃഷ്ണനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.